ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ആപ്പിൾ ചിയ പുഡിങ്ങാണ്. ഇതിൽ വളരെയധികം നട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ആപ്പിൾ, അതേപോലെ ചിയ സീഡാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഏകദേശം 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ 2 പേർക്ക് എടുക്കണമെങ്കിൽ ഒരു ആപ്പിൾ നമുക്ക് എടുക്കാം. അതേപോലെ ഇത് പാലോ അല്ലെങ്കിൽ യോഗട്ടോ ചേർത്ത് ഉണ്ടാക്കാം. നിങ്ങളുടെ കയ്യിൽ പാലോ അല്ലെങ്കിൽ പാല് ചേർത്ത് ഉണ്ടാക്കാം. അതുപോലെ നട്ട്സ്, നമ്മുടെ കൈവശമുള്ള നട്ട്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാൾനട്ട്, ബാദാം, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ് അതൊക്കെ മിക്സ് ചെയ്തായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതല്ലെങ്കിൽ കപ്പലണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ക്രഷ് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ. നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ഉണക്കമുന്തിരിയോ ഡേറ്റ്സോ തേനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ചിയ സീഡ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പം ഞാനിപ്പം 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ഇത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കത് കുതിർത്തെടുക്കാം. നിങ്ങൾ പാല എടുക്കുന്നെങ്കിൽ ഇതിന് പകരം വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. പാലിൽ കിടന്ന് നന്നായിട്ട് നമ്മുടെ ചിയ സീഡ് ഒന്ന് കുതിർന്ന് കിട്ടും. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറയ്ക്കുക. ഇല്ല കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടുക. ഇനി നമുക്ക് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നിങ്ങൾ വെയിറ്റ് ലോസ് ജേണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാർബ്സ് കട്ട് ചെയ്തിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ഇതൊന്നും അല്ലാണ്ട് ഒരു ദിവസം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കണമെന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്നതാണ്. എന്നാൽ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണം. അപ്പോഴും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്പിലേക്ക് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് യോഗട്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ നട്ട്സും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി, ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ചിയ സീഡ് പുഡിംഗ് റെഡിയായി. വളരെ വേഗത്തിൽ തയ്യാറാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല്. നിങ്ങൾ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ചാനൽ ഹെൽത്തി റെസിപ്പീസ് എന്ന പ്ലേലിസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.